അങ്കാരിമേളവും ആരാധകരുടെ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടുകളും അരങ്ങ് കൊഴിപ്പിക്കുന്നതിനിടയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പാച്ചിലുകൾക്കിടയിൽ പത്രക്കാരെ സ്വന്തം പ്രചാരണ വാഹനത്തിൽ കയറ്റി അവർക്ക് ഇൻ്റർവ്യൂ നൽകുന്ന നേതാക്കളെ പോലെ ശിവനും അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ അറിയേണ്ടത്? എൻ്റെ കൈവിട്ടോട്ടം, പിന്നെ മാവേലിക്കര ഉണ്ണിയേട്ടനുമായുള്ള സീറ്റ് തർക്കവും അല്ലേ? പറയാം. തങ്കപ്പൻ എന്ന പഴയ പേരിൽ കോടനാട് കൂട്ടിൽ എല്ലും തോലുമായി കഴിഞ്ഞിരുന്ന നാളുകളെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അന്ന് അവിടെ ഞങ്ങളുടെയൊക്കെ സീനിയർ കക്ഷിയായിരുന്നു ഇപ്പോഴത്തെ ഈ മാവേലിക്കര ഉണ്ണികൃഷ്ണൻ. 1ാം വർഷ വിദ്യാർത്ഥികളെ നിർത്തിപ്പൊരിച്ച് റാഗ് ചെയ്തിരുന്ന സീനിയർ താപ്പാന. ഒടുക്കത്തെ സ്ട്രിക്റ്റായ ബോർഡിങ്ങിൽ നിന്നും ആണ്ടിലൊരിക്കൽ ഒരു ടൂറ് പോക്കെന്ന് പറഞ്ഞതുപോലെ അന്ന് വല്ലപ്പോഴും ഒരിക്കൽ കോടനാട്ടെ ആൺപിറപ്പുകളെ തേടിയും എത്തുമായിരുന്നു ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. അക്കാലത്ത് കേരളത്തിലെത്തുന്ന സർക്കസ് സംഘങ്ങളിലെ പെണ്ണാനകളുടെ മാനസിക ശാരീരിക പിരിമുറുക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനുള്ള കൗൺസിലിങ്ങിന് ചിലരുടെയൊക്കെ സേവനം വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ട്രെസ് റിലീഫ് ക്യാമ്പയിനും കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ചിലരുടെയൊക്കെ മോഹത്തിന് പരിഹാരമാവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഒരു സർക്കസ് ക്യാമ്പിലേക്കുള്ള സ്വയംവര സന്ദർശനം. എങ്ങനെയോ നമ്മുടെ എല്ലൻകോരി തങ്കപ്പൻ എന്ന ഞാനും സബ്സ്റ്റിറ്റ്യൂട്ടായി കടന്നുകൂടി. മാവേലിക്കര ഉണ്ണിയെയും രവിയെയും പോലുള്ള സീനിയർ കക്ഷികൾക്കിടയിലായിരുന്നതിനാൽ കാര്യമായ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നെന്തോ ഒരു മാറ്റം. മാവേലിക്കര ഉണ്ണിയാശാൻ മനസ്സിൽ കണ്ട ഒരു സൗന്ദര്യധാമത്തിന് എന്തുകൊണ്ടോ അത് ഞാൻ തീരെ കണ്ണിൽ പിടിക്കുന്നില്ല. മാത്രമോ അങ്ങേരെ കൂടുതൽ തനിക്കാക്കി വടക്കാക്കും വിധം എല്ലുമാണിയായ പാവം തങ്കപ്പനോടൊരു സോഫ്റ്റ് കോർണർ. ഒരേ പൂരം. പാർലമെൻറ്റിൽ തോറ്റതിൻ്റെ ദേഷ്യം പഞ്ചായത്തിൽ തീർത്തെന്ന് പറഞ്ഞ മാതിരി ഒരു നാൾ പുഴയിൽ നിന്ന് കുളിച്ചു കയറി വരുന്ന വഴി പാപ്പാന്മാരെ വെട്ടിച്ചും ചങ്ങല പൊട്ടിച്ചും ദാ വരുന്നു പാവം ഈ ആനച്ചെറുക്കൻ്റെ പിന്നാലെ. എല്ലാ ഭയത്തിലും വലിയ ഭയം മരണഭയമെന്നല്ലേ? ഉള്ള ജീവനും കൊണ്ട് ഞാൻ ഓടി. പിന്നാലെ തുറുതുറിച്ച ചോരക്കണ്ണുകളുമായി കയ്യിൽ കിട്ടിയാൽ പപ്പടം പൊടിക്കും പോലെ പൊടിച്ചു കളയുമെന്ന കൊലവിളിയുമായി ഉണ്ണുണ്ണി ചട്ടമ്പി. ഓടി ഓടി ഊപ്പാട് വന്നെങ്കിലും തടി കുറവായിരുന്നതിൻ്റെ മെച്ചം കൊണ്ട് കഷ്ടിച്ച് തടി കഴിച്ചിലാക്കി. പാതിരാത്രി പാപ്പാന്മാർ ആളും വിളക്കുമായി വന്ന് കൂട്ടിക്കൊണ്ട് പോകും വരെ തെറ്റില്ലാത്തൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നാണ് പ്രാണൻ പോകാതെ കാത്തത്. അന്നത്തെ എല്ലുമാണി ഇപ്പോൾ ഒത്ത പുരുഷനായി നേരെ മുന്നിൽ ചെന്ന് നിന്നിട്ടും പഴയതൊന്നും ഓർമ്മയില്ലാത്ത മട്ടിൽ മാവേലിക്കര ഉണ്ണിത്താൻ നിൽക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും ഒന്ന് തുടയിലടിച്ചു വെല്ലുവിളിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ ഒരു രസം?